നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ആൽക്കുരിയാത്ത ട്രിപ്പിൻ്റെ 8ാമത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിതിനു മുമ്പ് 7 വീഡിയോ ഇട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ട് കൂട്ടുകാരെ, സുഖമായിട്ടിരിക്കുന്നു? ഈ റൂട്ടിലൊക്കെ ഓടുന്ന അണ്ണന്മാരുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ കേട്ടോ. പിന്നെ നമ്മൾ റഫ സിറ്റി കഴിഞ്ഞു. ചെറിയ ചെറിയ ഒത്തിരി സിറ്റികളുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. ഇനി ആൽക്കുരിയാത്ത് ഏകദേശം ഒരു 500 കിലോമീറ്റർ ഉണ്ട് ഇനിയും. എല്ലാ സിറ്റിയുടെയും പേരൊന്നും നമുക്ക് വായിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തോ ഇടയ്ക്കൊരു അഫാക്ക അങ്ങനൊരു സിറ്റി ഉണ്ട്, പിന്നെ മാർക്കാസ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആയിഷ്, അങ്ങനെയൊക്കെ കുറേ സിറ്റികൾ കവർ ചെയ്തു കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് ആ പേരുകളൊക്കെ ശരിയായിട്ട് ഉച്ചരിക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് ആ പേരൊന്നും ശരിയായിട്ട് നമുക്ക് മനസ്സിലായില്ല. അപ്പം നിങ്ങൾ വിലയേറിയ കമൻറ്റ് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേരുകളൊക്കെ ഒന്ന് പറയണേ. ഇപ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ട്. പിന്നെ ആറാർ ഇനി എത്ര, ആറാർ 120 കിലോമീറ്റർ. പിന്നെന്താ തുറായിപ്പ 360, തുറയാത്ത് 510 കിലോമീറ്റർ. ഇപ്പം സമയം 10 മണി. അപ്പോൾ വീണ്ടും തണുപ്പൊക്കെ മാറി, ചൂട് തുടങ്ങി. ഞാനിപ്പോൾ അകത്ത് AC-യോ ഫാനോ ഒന്നും ഇട്ടിട്ടില്ല. രാവിലെ നമ്മൾ റഫേന്ന് എടുത്തപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. വീണ്ടും ചൂടായി വരുന്നത്. ഇനിയിപ്പോൾ അകത്ത് ക്യാബിനകത്ത് ഫാൻ ഇടണം. ഇതുവരെ AC ഒന്നും ഇട്ടില്ല. ടെമ്പറേച്ചർ എത്ര ഉണ്ട്? അകത്ത് 20 കാണിക്കുന്നത്. അങ്ങനെ പോകും. വലിയ ചൂട് ഇപ്പോൾ ഇല്ല. 10 മണിയായാലും ഇച്ചിരി കഴിയണം, ചൂട് തുടങ്ങും. കൂടാതെ നിങ്ങൾ ഈ പാർട്ടായി വീഡിയോസ് കാണുമ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ രേഖപ്പെടുത്താം കേട്ടോ. പിന്നെ നമ്മൾ കുറേ വണ്ടിയെ പറ്റിയും റൂട്ടിനെ കുറിച്ചും വണ്ടിയുടെ മൈലേജിനെ കുറിച്ചും എല്ലാം കുറേ കാര്യങ്ങളും അതിൽ നമ്മൾ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. സ്ഥലമൊക്കെ കണ്ടു പോകുന്നെങ്കിലും കുറേ കാര്യങ്ങൾ അതിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നെ കേൾക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റിലൂടെയൊക്കെ രേഖപ്പെടുത്തണേ. ചെറിയ ചെറിയ സിറ്റികളാണെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ അതിലേക്കൂടെ പോകുമ്പോൾ, വണ്ടി ഓടിച്ച് പോകുമ്പോൾ, സിറ്റിയിലൂടെ പോകുമ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നോർമലി നമ്മൾ സൗദി അറേബ്യ ട്രക്ക് ഓടിക്കുമ്പോൾ ഒരു 1500 കിലോമീറ്റർ കവർ ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും 48 മണിക്കൂർ എടുക്കും കേട്ടോ. 48 മണിക്കൂർ എന്ന് പറഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഓടിക്കുവാണെങ്കിൽ ഒരു 48 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ. പിന്നെ എക്സ്പ്രസ് വണ്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. 1500 കിലോമീറ്റർ അവരൊക്കെ വേഗം ഓടിയെത്തും. അതിലൊക്കെ മിക്കവാറും 2 ഡ്രൈവർമാർ കാണും കേട്ടോ. മിക്കവാറുമുള്ള എക്സ്പ്രസ് അതുപോലെ കൊറിയർ ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ 2 ഡ്രൈവറും കാണും. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. കുറച്ച് 4-5 മണിക്കൂർ ഒരു ഡ്രൈവർ ഓടിക്കും, അത് കഴിഞ്ഞ് മറ്റേ ഡ്രൈവർ ഓടിക്കും. അങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല. അല്ലാതെ ഞങ്ങളെപ്പോലെ ഓടുന്നവർ ഒരു സിംഗിൾ ഡ്രൈവറൊക്കെ ഉള്ളവർ ലോങ് ഓട്ടത്തിൽ എങ്ങനെയായാലും ഒരു 48 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. പിന്നെ ഈ റൂട്ടിലേ ഇന്ന് ഞങ്ങൾ നേരത്തെ എത്തും. കാര്യം 1500 കിലോമീറ്റർ എങ്കിലും ഉണ്ടെങ്കിലും ഒരു 36-37 മണിക്കൂർ മതി. 36-37 മണിക്കൂർ മതി. കാര്യം ഇന്നലെ രാവിലെയാണ് ദമാമിൽ നിന്ന് തിരിച്ച്. നോ എൻട്രി ഒന്നും ഇല്ലല്ലോ ഈ റൂട്ടിൽ. അങ്ങനെ നോ എൻട്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓടിച്ചങ്ങ് പോകാറുണ്ട്. വൈകിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും. അങ്ങനെ വരുമ്പോൾ ഒരു 36-37 മണിക്കൂർ കൊണ്ട് ഇങ്ങനെയുള്ള എൻട്രിയൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാം. പിന്നെ ചിത്തയിലൊക്കെ പോകുമ്പോഴാണ് അതിന് ടൈം എടുക്കുക. എങ്ങനെയായാലും 48 മണിക്കൂർ ടൈം എടുക്കും. ഒരു 1500 കിലോമീറ്റർ ഓടി എത്തണം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം പറയണേ. നിങ്ങളിവിടെ ഏതൊക്കെ വണ്ടിയാണ് ഓടിക്കുന്നത്? റൂട്ടൊക്കെ ഏതാണ്? ലോങ് ആണോ അതോ ഫിക്സ് ഓട്ടോ ആണോ? എന്ന് പറഞ്ഞാൽ ഡേ മാത്രമേ ഉള്ളൂ, വൈകിട്ട് റൂമിൽ പോകുന്ന അങ്ങനത്തെ ഓട്ടോ ആണോ നിങ്ങൾ ഓടിക്കുന്നത്? അപ്പോൾ കമൻറ്റിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചാട്ട് കേട്ടോ. പിന്നെ ഫിക്സ് സാലറി ആണോ? നിങ്ങളൊക്കെ ഫിക്സ് സാലറിയിലാണോ വർക്ക് ചെയ്യുന്നത് അതോ ബേസിക് സാലറി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ട്രിപ്പ് അലവൻസ്? അപ്പോൾ ബേസിക് സാലറി എത്രയാണ്, അതുപോലെ ട്രിപ്പ് അലവൻസ് ഒക്കെ എത്ര കിട്ടും? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോയിലൂടെ. ഓവർ ടൈം കിട്ടുന്നുണ്ടോ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടോ, എല്ലാം കൂടെ. അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് എത്ര നാട്ടിലേക്ക് അയക്കാൻ പറ്റും,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ആയിക്കോട്ടെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയൊരു കമൻ്റ് ഇടാനും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യണം. നന്ദി, നമസ്കാരം.